ചെങ്ങന്നൂർ ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതി ഷെറിന്റെ മോചനത്തിനുള്ള ഉത്തരവ് അങ്ങനെ സർക്കാർ പുറത്തിറക്കി. മന്ത്രിസഭ ശുപാർശ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അംഗീകരിച്ചതിനു പിറകെയാണ് ഈ ഉത്തരവ് ഇറങ്ങിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ബോണ്ട് പതിപ്പിച്ചാൽ ഷെറിന് പുറത്തിറങ്ങാമെന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. 15 ദിവസത്തെ പരോളിലാണ് ഷെറിനുള്ളത്. പരോൾ കാലാവധി തീരും മുൻപ് തന്നെ ജയിലിൽ ഹാജരായി നടപടി പൂർത്തീകരിച്ചാൽ മാത്രം മതിയാകും. ജീവപര്യന്തം തടവിന്റെ ഏറ്റവും കുറഞ്ഞ കാലാവധിയായ 14 വർഷം പൂർത്തിയാക്കിയതിനു പിറകെ തന്നെ ഷെറിന് പുറത്തിറങ്ങാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ്. സാധാരണ ഒരു പ്രതിയാണെന്നുണ്ടെങ്കിൽ ഈ കുറഞ്ഞ കാലാവധിക്കുള്ളിൽ ഇങ്ങനെ പുറത്തിറങ്ങാനായി ജന്മം തപസ് ചെയ്താൽ പോലും സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഷെറിന് വലിയ ഇടങ്ങളിലുള്ള പിടിപാട് കാരണം പുറത്തിറങ്ങാനായി കഴിഞ്ഞിരിക്കുന്നു. ഷെറിനടക്കം 11 പേർക്ക് ശിക്ഷാ ഇളവ് നൽകണമെന്നാണ് സർക്കാർ ശുപാർശ നൽകിയത്. 14 വർഷം പൂർത്തിയാക്കിയതിന് പിറകെ മോചനവും കിട്ടിയിരിക്കുന്നു. ശിക്ഷാ കാലയളവിൽ ഇളവ് നൽകി വിട്ടയക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം നേരത്തെ സർക്കാർ മരവിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഷെറിനെ വിട്ടയക്കുന്നതിൽ ബാഹ്യ സമ്മർദ്ദമുണ്ടെന്ന ആരോപണം ഉയർന്നതുകൊണ്ടും മന്ത്രിസഭയ്ക്കകത്ത് തന്നെ ചില ഇടപെടൽ നടത്തിയെന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലുമാണ് മന്ത്രിസഭാ തീരുമാനത്തിന് ശേഷം ജയിലിലെ സഹതടവുകാരി അടക്കം കയ്യേറ്റം ചെയ്ത കേസിൽ ഇവർ പ്രതിയായിരുന്നു. കൂടാതെ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഇവരുടെ സമാധാനപരമായ പെരുമാറ്റമടക്കം പല ജയിലുകളിൽ നിന്നും സ്ഥലം മാറ്റേണ്ടി വന്ന സാഹചര്യം ഇതൊക്കെ തന്നെ പരിഗണിച്ച് ഒടുവിൽ പിന്മാറേണ്ടി വന്നിരുന്നു. ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല, പകരം ആരും തന്നെ ശ്രദ്ധിച്ചില്ല എങ്കിൽ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഒരു നീക്കം നടത്തി വിടാമെന്ന് കരുതിയിരുന്നു. പക്ഷേ അത് വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയതിന് പിന്നാലെയാണ് മരവിപ്പിച്ചത്. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗം നേരത്തെ തീരുമാനിച്ചത് വലിയ വിവാദമായി മാറിയിരുന്നു, വലിയ വാർത്തയുമായിരുന്നു. അങ്ങനെയാണ് 14 വർഷത്തിനിപ്പുറം വീണ്ടും ഷെറിനെ സംബന്ധിച്ചും കാർണവർ വധക്കേസിനെ സംബന്ധിച്ചും കേരളം ചർച്ച ചെയ്തത്. 2009 നവംബർ 7-ാം തീയതിയാണ് ഷെറിന്റെ ഭർത്തൃപിതാവ് കൂടിയായിട്ടുള്ള കാർണവർ വില്ലയിൽ ഭാസ്കര കാർണവർ കൊല്ലപ്പെട്ടത്. മരുമകൾ ഷെറിൻ 1-ാം പ്രതിയും ഷെറിന്റെ കാമുകന്മാർ കൊലപാതകത്തിൽ 2-3 പ്രതികളായിരുന്നു. വലിയ തോതിൽ തന്നെ കേരളം ചർച്ച ചെയ്ത ഒരു വലിയ കേസായിരുന്നു ഇത്. കാരണവരുടെ കൊലപാതകത്തിൽ അതിവേഗം തന്നെ പോലീസിന് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു. ആദ്യ ദിവസങ്ങളിൽ തന്നെ പോലീസിന് ചില സംശയങ്ങളുണ്ടായിരുന്നു. അത് കൃത്യമായി ബലപ്പെട്ടു. അത് തുടർന്നുള്ള അന്വേഷണത്തിലൂടെയാണ് പോലീസിന് ഷെറിനല്ലാതെ മറ്റാരും തന്നെ ഇത് ചെയ്യാൻ സാധ്യതയില്ല എന്ന അനുമാനത്തിലേക്ക് എത്തിയത്. വീടിനകത്തുള്ള ആരുടെയെങ്കിലും സഹായമില്ലാതെ ഒരിക്കലും, പ്രത്യേകിച്ച് നായ്ക്കളുള്ള വീട്ടിലെത്തി ഭാസ്കര കാർണവരെ കൊല്ലാനായി കഴിയില്ല എന്ന് പോലീസ് മനസ്സിലാക്കി. അകത്തു നിന്നും വാതിൽ തുറന്നു കൊടുക്കാതെ ആർക്കും അകത്ത് കയറാനും സാധിക്കില്ല. പുറത്തു നിന്നും വീട് വെട്ടിപ്പൊളിച്ചതായിട്ടുള്ള സൂചനകളോ ഒന്നും തന്നെ ലഭ്യമായിട്ടുമില്ല. മരുമകൾ ഷെറിനെയും സുഹൃത്തുക്കളെയും അങ്ങനെ പോലീസ് വലവിരിച്ച് പിടികൂടുകയായിരുന്നു. ഷെറിന്റെ ബന്ധങ്ങൾ ഭാസ്കര കാർണവർ എതിർത്തിരുന്നു. അതുകൂടാതെ സ്വത്തിന്റെ അവകാശിയായി ഷെറിനെ ഒരിക്കലും ചേർക്കില്ല എന്ന രീതിയിലുള്ള സൂചനകളും ഷെറിന് നൽകിയപ്പോൾ ഇതൊക്കെ പ്രകോപനമായി കൊലപ്പെടുത്താനായി തീരുമാനിക്കുകയായിരുന്നു. വിവിധ ജയിലുകളിൽ പല തവണ പല രീതിയിൽ പ്രശ്നമുണ്ടാക്കിയ ഷെറിനെ ഏറ്റവും ഒടുവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. ശിക്ഷാ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിൽ ഷെറിൻ നേരത്തെ നൽകിയ പരാതി കൂടി പരിഗണിച്ച് ഇപ്പോൾ ഇളവ് കൊടുക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. സ്ത്രീ എന്ന പരിഗണന കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഒരു തീരുമാനമുണ്ടായെന്നാണ് സർക്കാർ ഉത്തരവുകളിൽ പറയുന്നത്. ഷെറിന്റെ മകൻ പുറത്തുണ്ട്. ഇത്തരത്തിൽ പല കാര്യങ്ങൾ കൂടി പരിഗണിച്ച് ജയിൽ ഉപദേശക സമിതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇളവ് നൽകാൻ തീരുമാനിച്ചതെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ ഇതിൽ പല ഇടപെടലും സംഭവിച്ചിട്ടുണ്ട്. ഷെറിന്റെ ആൺ സുഹൃത്തായ കുറിച്ചി സ്വദേശി ബാസിദ് അലി, ഇയാളുടെ കൂട്ടാളിയായ കളമശ്ശേരി സ്വദേശിയായ നിധിൻ, ഏലൂർ സ്വദേശിയായ ഷാനൂർ റഷീദ് എന്നിവരാണ് കേസിലെ 2, 3, 4 പ്രതികൾ. ഭാസ്കര കാർണവരുടെ സ്വത്തിൽ ഷെറിന് കണ്ണുണ്ടായിരുന്നു. എന്നാൽ ഷെറിന് അവകാശമുണ്ടായിരുന്ന ധനനിശ്ചയാധാരം കാർണവർ റദ്ദു ചെയ്തു. അതിലുണ്ടായ പകയും ബാസിദ് അലിയുമായി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുമാണ് പ്രതികൾ ഈ കൃത്യം നടത്തിയത്. സംഭവം നടന്ന 7-ാം മാസം തന്നെ കേസിൽ കോടതി വിധി പറഞ്ഞിരുന്നു. 1-ാം പ്രതി ഷെറിന് പല വകുപ്പുകളിലായി 3 ജീവപര്യന്തവും 85,000 രൂപ പിഴയുമാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷയായി വിധിച്ചത്. 2 മുതൽ 4 വരെയുള്ള പ്രതികളായ കുറിച്ചി ബാസിദ് അലി, കളമശ്ശേരി നിധിൻ, കൊച്ചി ഏലൂർ സ്വദേശിയായ ഷാനൂർ റഷീദ് എന്നിവർക്ക് വിവിധ വകുപ്പുകളിലായി 2 ജീവപര്യന്തവും ഇരട്ട ജീവപര്യന്തവും 80,000 രൂപ പിഴയുമാണ് വിധിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല. പ്രതികൾ മുൻപ് ക്രിമിനൽ കൃത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല. മക്കളുണ്ട്. ചെറുപ്പക്കാരാണ് ഈ പ്രതികളൊക്കെ തന്നെ. ഈ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് വധശിക്ഷയിൽ നിന്നും പ്രതികളെ പരിഗണിക്കാതിരുന്നതെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. അതല്ലായിരുന്നുവെങ്കിൽ വധശിക്ഷയിൽ കുറഞ്ഞൊന്നും തന്നെ ഇവർ അർഹിക്കുന്നില്ല എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഭാസ്കര കാർണവരുടെ ഇളയ മകനായ ബിനു പീറ്റർ കാർണവരുടെ ഭാര്യയാണ്
ഷെറിൻ എന്ന് പറയുന്നത്. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ബിനുവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഷെറിനുമായിട്ടുള്ള വിവാഹം നടത്തിയത്. അമേരിക്കൻ മലയാളി കുടുംബാംഗമായ ബിനുവുമായിട്ടുള്ള വിവാഹം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഷെറിൻ്റെ കുടുംബത്തിന് വലിയ സഹായമായിരുന്നു. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നുമുള്ള ഒരു മോചന ഉപാധി കൂടിയായി ഈ വിവാഹത്തെ നോക്കിക്കണ്ടു. അങ്ങനെ 2001 മെയ് 21 ഷെറിനും ബിനുവും വിവാഹിതരായി. ഷെറിനെ അമേരിക്കയിൽ കൊണ്ടുപോകുമെന്ന ഉറപ്പിലായിരുന്നു കല്യാണം. പക്ഷേ ഒരു വർഷത്തിനകം അമേരിക്കയിലെത്തി. അമേരിക്കയിൽ ചില പ്രശ്നങ്ങളുണ്ടായി തിരികെ എത്തേണ്ട സാഹചര്യമുണ്ടായി. അമേരിക്കയിൽ ഭാസ്കര കാർണവർക്കും ഭാര്യ അന്നമ്മയ്ക്കുമൊപ്പമായിരുന്നു ഇവരുടെ താമസം. പക്ഷേ അവിടെ ജോലിക്ക് നിന്ന സ്ഥാപനത്തിൽ നിന്നും ഷെറിനെ മോഷണ കുറ്റത്തിന് പിടികൂടി. അങ്ങനെ കാര്യങ്ങൾ പുറത്തു വരികയായിരുന്നു. അമേരിക്കയിൽ വെച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഷെറിനെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു കേട്ടു. അതോടെ ബിനുവിനെയും ഷെറിനെയും ഭാസ്കര കാർണവർ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. കൈക്കുഞ്ഞുമായിട്ടായിരുന്നു അവർ തിരിച്ചു മടങ്ങിയെത്തിയത്. കുഞ്ഞിന്റെ പിതൃത്വം വരെ തർക്കത്തിലാകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ DNA പരിശോധന പോലും നടത്തേണ്ടി വന്നു. 2007 ഭാര്യ അന്നമ്മയുടെ മരണത്തോടെ ഭാസ്കര കാർണവരും നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. ചെറിയനാട്ടെ വീട്ടിലെത്തിയതിന് പിറകെ മരുമകൾ ആരാണ്, മരുമകളുടെ യഥാർത്ഥ മുഖം എന്താണ് എന്നുള്ളത് ഭാസ്കര കാർണവർ മനസ്സിലാക്കി. മരുമകളുടെ പല രീതിയിലുള്ള സാമ്പത്തിക ശാരീരിക വഴിവിട്ട ബന്ധങ്ങളൊക്കെ മഹന്റെ ആ ഒരു നിസ്സഹായാവസ്ഥ ഒക്കെ തന്നെ അദ്ദേഹത്തിന് കണ്ട് മനസ്സിലാക്കി നിൽക്കേണ്ടി വന്നു. ഷെറിനെ വിശ്വസിച്ച ഭർത്താവ് ബിനു പീറ്റർ വീടിന്റെ മുകൾ നിലയിലായിരുന്നു കിടന്നത്. ഷെറിനാകട്ടെ താഴത്തെ നിലയിലും. അവിടെ നിന്ന് ഷെറിൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും തന്നെ പുറത്തുപോലും പറയാൻ കൊള്ളാത്ത കാര്യങ്ങളായിരുന്നു. അന്നത്തെ സാമൂഹ്യ മാധ്യമമായ ഓർക്കിഡിലൂടെ പലരുമായി ഷെറിൻ സൗഹൃദ ബന്ധം, വഴിവിട്ട ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഭാസ്കര കാർണവരുടെ സാന്നിധ്യത്തിലടക്കം അദ്ദേഹം ആ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് പോലും ഷെറിൻ്റെ പല സുഹൃത്തുക്കളും കാർണവേഴ്സ് വില്ലയിൽ വന്നിട്ടുണ്ടായിരുന്നു, കയറി ഇറങ്ങുമായിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഭാസ്കര കാർണവർ തൻ്റെ ഒരു സുഹൃത്തിനോട് ഇക്കാര്യം പറഞ്ഞു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചില മധ്യസ്ഥ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഭാസ്കര കാർണവരുടെ മുഖത്തടിച്ചുകൊണ്ടായിരുന്നു ഷെറിൻ്റെ പകപോക്കലും. അങ്ങനെ കുടുംബത്തിൽ നിന്നും എങ്ങനെ ഷെറിനെ പുറത്താക്കാമെന്ന് ഭാസ്കര കാർണവർ തീരുമാനിച്ചു. അങ്ങനെയാണ് ആദ്യം വസ്തുവിൽ അവകാശമുണ്ടായിരുന്ന ഷെറിൻ്റെ ധനനിശ്ചയ ആധാരമുണ്ടാക്കി പുതിയ രീതിയിൽ അവകാശം ഒഴിവാക്കിയത്. അതിൻ്റെ പക തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഈ കൊലപാതകത്തിലേക്ക് പോലും നയിച്ചിരിക്കുന്നത്.